സിവിൽ സർവീസ് ഓറിയന്റേഷൻ ക്ലാസ്സുകളുമായിട്ട് പല സ്കൂളുകളിലും പോയി കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് കുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടാണോ നിങ്ങളിപ്പോൾ പഠിക്കുന്ന കോഴ്സ് തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന്. ഒരു സ്കൂളിൽ പോയ സമയത്ത് ഇതേ ചോദ്യം ചോദിച്ചു. +2 കൊമേഴ്സിലാണ് 2 ബാച്ച് ഒരുമിച്ചിരുത്തിയിട്ടുള്ള ഒരു ക്ലാസ്സിലായിരുന്നു അത്. ആ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ പഠിക്കുന്ന ഈ കോഴ്സ് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് തിരഞ്ഞെടുത്ത എത്ര പേരുണ്ട് എന്ന്. അന്ന് ആ ക്ലാസ്സിലെ ആ ഹാളിലുള്ള ഒരു കുട്ടി പോലും കൈ പൊന്തിച്ചില്ല എന്നാണ്. അതിനർത്ഥം ആ കുട്ടികൾക്ക് ആർക്കും താല്പര്യമുണ്ടായിട്ടല്ല ആ കോഴ്സ് അവര് തിരഞ്ഞെടുത്ത് പഠിക്കുന്നത് എന്ന്. ഇതെന്തുകൊണ്ടാണ് അവർക്ക് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോഴാണ് അവർക്ക് ലാസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഇത്. ദെൻ ലാസ്റ്റ് കൊടുത്തിട്ടുള്ള സ്കൂളിലാണ് അവർക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് എന്ന്. അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിലോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്കൂളിലോ അവർക്ക് പഠനം നടത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഹയർ സെക്കൻഡറി പഠനം എന്നുള്ളത് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 2 വർഷമാണ്. നമ്മൾ പഠിക്കുന്ന സ്ട്രീം ബേസ്ഡ് ആയിട്ടാണ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇഷ്ടമില്ലാത്തൊരു കോഴ്സ് പഠിക്കുന്നതിൻ്റെ അവസ്ഥ നമ്മൾ പല കുട്ടികളിൽ നിന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. പാരൻസിൻ്റെ നിർബന്ധത്തിനോ അല്ലെങ്കിൽ കിട്ടിയ സീറ്റിൽ കയറി പഠിച്ച് അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്ന കുട്ടിയുടെ അവസ്ഥയൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ് നമുക്ക് സംഭവിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ പഠനം ഫോക്കസ്ഡ് ആയിരിക്കണം, നമ്മുടെ ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള പഠനമാണ്. പ്രത്യേകിച്ച് ഈ വർഷം 10ാം ക്ലാസ് എഴുതുന്ന, ഈ വർഷം +2 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളോടാണ്. നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പഠനം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതാണ്. എക്സാമൊക്കെ അടുത്ത സമയത്ത് നിങ്ങളോട് പറയുന്നതാണ്. മികച്ച യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ മികച്ച സ്കൂളുകളിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ അവിടെ കഴിഞ്ഞ വർഷങ്ങളിൽ അവിടുത്തെ അഡ്മിഷൻ രീതിയൊന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ്. എത്ര മാർക്കിനാണ് അവിടെ ലാസ്റ്റ് അഡ്മിറ്റഡ് ആയിട്ടുള്ളത്, ദെൻ എത്ര ഗ്രേഡ് വരെ അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ട് ആ ഒരു ലെവലിലേക്ക് നിങ്ങളുടെ പഠനം കൊണ്ടുപോവുക. അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കോഴ്സ് കഷ്ടപ്പെട്ട് പഠിക്കേണ്ടി വരും.